പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന നമ്മുടെ മാതൃദേവാലയമായ കൂവപ്പള്ളി ഇടവകയുടെ രൂപീകരണത്തിലും വളർച്ചയിലും ഏറ്റവും ആത്മാർത്ഥമായ സഹകരണം കഷ്ടപ്പാടുകൾ സഹിച്ച നമ്മുടെ പൂർവ്വപിതാക്കളുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. ഈ അവസരത്തിൽ അന്നത്തെ തലമുറ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും ഇന്നും തെളിമയോടെ ഓർത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ചില മുതിർന്ന അംഗങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കുവാൻ സാധിച്ചു. ഇന്നത്തെ പുതുതലമുറയ്ക്ക് അറിവില്ലാത്തതും ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളിൽ വിസ്മരിക്കപ്പെട്ടു പോയതുമായ ചില ചരിത്ര വസ്തുതകൾ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ഇടവക രൂപീകൃതമാകുന്നതിന് മുൻപ് വളരെ വലിയ ദൈവവിശ്വാസമുള്ള ഒരു ജനത ഈ കൂവപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. വളരെ യാതന അനുഭവിച്ച് വളരെ കഷ്ടപ്പെട്ട് മഴക്കാലത്തൊക്കെ കൊരട്ടി ആറ് ഒക്കെ നീന്തി കടന്ന് പഴയ കൊരട്ടി പള്ളിയിലും മറ്റ് അടുത്ത പള്ളികളിലുമൊക്കെ പോവുകയും വിശ്വാസ ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾ നമുക്കിടയിലുണ്ട്. അന്നത്തെ ആ കാര്യങ്ങളെപ്പറ്റി നമുക്കിവരോട് ചോദിച്ചറിയാം. കൂവപ്പള്ളി ഇടവക രൂപീകൃതമാകുന്നത് എങ്ങനെയായിരുന്നെന്നും എന്തായിരുന്നു അതിൻ്റെ സാഹചര്യമെന്നും അന്നത്തെ ജനതയുടെ തീക്ഷ്ണമായ വിശ്വാസം എന്തായിരുന്നെന്നും അവർ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്നും സാമ്പത്തികമായും ശാരീരികമായും അവർ എത്രമാത്രം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നുവെന്നും അവരുടെ വാക്കുകളിൽ കൂടി തന്നെ നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട പാട്ടത്തിൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠ വൈദികർ നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുകയും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ ചെയ്യുകയും ഇടവക ജനത്തോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്ത ഈ വൈദികരുടെ ഓർമ്മകളെപ്പറ്റി നമുക്ക് ഇവരോട് ചോദിക്കാം. ഇടവക ജനത്തിന് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും സഹായകരമായി നിന്ന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ SH കോൺവെൻറ്റ്, ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത്രമാത്രം സപ്പോർട്ട് കിട്ടിയ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, ഇതിൻ്റെ രൂപീകരണം, ആദ്യത്തെ അധികാരികൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം. ഏറ്റവും തീക്ഷ്ണമായ വിശ്വാസ ജീവിതം നയിച്ചിരുന്ന നമ്മുടെ പൂർവികർ കൂവപ്പള്ളിയുടെ ഭാഗമായി മാറിയ ഒരു തീർത്ഥാടന മലയായ കൂവപ്പള്ളി കുരിശുമല എല്ലാ വെള്ളിയാഴ്ചകളിലും നോയമ്പെടുത്ത് കയറുന്നവർ അന്നുണ്ടായിരുന്നു. കുരിശുമലയുടെ ഉത്ഭവം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പള്ളിക്കൂടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിലാണ്. അത് ഏറ്റവും അർത്ഥവത്തായി മാറിയത് ഒരുപക്ഷേ നമ്മുടെ കൂവപ്പള്ളി പള്ളിയിലെ പള്ളിക്കൂടം ആയിരിക്കും. കാരണം ആദ്യ കാലങ്ങളിൽ സ്കൂള് നടന്നിരുന്നത് ഈ ചെറിയ പള്ളി കെട്ടിടത്തിലായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു, അന്നത്തെ ആദ്യകാല അധ്യാപകർ ആരൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്കിവരോട് ചോദിച്ച് മനസ്സിലാക്കാം. കുളപ്പുറം ഭാഗത്തുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന, ആഗ്രഹമായിരുന്ന കുളപ്പുറം കുരിശടി
ഇന്ന് 50ാം ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഇത് സ്ഥാപിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കിവരുടെ വാക്കുകളിലൂടെ ശ്രവിക്കാം. കൂവപ്പള്ളി എന്ന ടൗണിൻ്റെ വളർച്ച നമുക്കറിയാം. ഒരു ഗ്രാമം രൂപപ്പെട്ടത് കൂവപ്പള്ളി പള്ളിയുടെ ചുറ്റിനുമാണ്. ആ വളർച്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇതിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു, കൂവപ്പള്ളി പള്ളി സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് കൂവപ്പള്ളി എങ്ങനെയായിരുന്നു, കൂവപ്പള്ളി പള്ളി സ്ഥാപിച്ചതിന് ശേഷം കൂവപ്പള്ളിയുടെ വളർച്ച, സൗകര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കിവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ മുതിർന്ന അംഗങ്ങൾ, കാരണവന്മാർ നമുക്ക് ഏറ്റവും വിലമതിക്കപ്പെട്ടവരാണ്. അവരുടെ വാക്കുകൾക്ക്, അവരുടെ മനസ്സിലിരിക്കുന്ന ചരിത്ര കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ തലമുറ വിസ്മരിക്കപ്പെട്ടു പോയ പല കാര്യങ്ങളിലും വളരെ തെളിമയോടെ അവരുടെ മനസ്സിൽ നിൽക്കുന്നു. വളരെ തീക്ഷ്ണമായി വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയും സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ വിശ്വാസ ജീവിതം പടുത്തുയർത്തുകയും വിശ്വാസത്തിനു വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്ത അവർ ഇന്നത്തെ തലമുറയെ എങ്ങനെ കാണുന്നു, ഇന്നത്തെ തലമുറയ്ക്ക് അവർക്ക് കൊടുക്കുവാനുള്ള ഉപദേശം എന്താണ്?